വീട്ടിൽ വെള്ളം ഉപയോഗിക്കുന്ന ഭാഗത്ത് മതിലിൽ വെള്ളം വലിച്ചെടുക്കുന്നത് തടയാനാണ് വാട്ടർ പ്രൂഫിംഗ് നടത്തുന്നത്. ടോയ്ലറ്റ് തന്നെയാണ് ഇതിൽ പ്രധാനം. പ്രത്യേകിച്ചും മുകൾ നിലയിൽ വാട്ടർ പ്രൂഫിംഗ് നടത്തിയില്ലെങ്കിൽ താഴെ നിലയിൽ വെള്ളം കിനിഞ്ഞിറങ്ങുന്നത് കാണാം. അത് തടയണമെങ്കിൽ വാട്ടർ പ്രൂഫിംഗ് നടത്തണം. ടൈൽസ് ഇടുന്നതിന് മുന്നെയാണ് വാട്ടർ പ്രൂഫിംഗ് ചെയ്യാറ്. ഇത് ഒരു കെമിക്കൽ വസ്തുവാണ്. വ്യക്തമായി പറഞ്ഞാൽ ഒരു ലിക്വിഡും പൗഡറും. വിവിധ ടൈൽ കമ്പനികൾ ഈ വാട്ടർ പ്രൂഫിംഗ് ഇറക്കുന്നുണ്ട് വിവിധ പേരുകളിൽ. അവയുടെ ഉപയോഗത്തിലും ചില വ്യത്യാസങ്ങൾ കാണാം. ഇതിൽ പോപ്പുലറായ ഒന്നാണ് ഡോക്ടർ ഫിക്സിറ്റ് 2K എന്നത്. MYK ആർമെൻറ്റ് എന്നത് മറ്റൊരു കമ്പനിയാണ്. കൂടാതെ അൾട്രാബോണ്ട് കമ്പനിയും ഇറക്കുന്നുണ്ട്. ഇത് വിവിധ വെയ്റ്റുകളിൽ ലഭ്യമാണ്. ഇവിടെ ഉപയോഗിച്ചത് 15 കിലോൻ്റേതാണ്. 10 കിലോ പൗഡറും 5 കിലോ ലിക്വിഡും. 6-7 മണിക്കൂറിൻ്റെ ഇടയിൽ 2 കോട്ടാണ് കൊടുക്കേണ്ടത്. മിനിമം 5 ദിവസമെങ്കിലും കഴിഞ്ഞ് ടൈൽ ഒട്ടിക്കാൻ പാടുള്ളൂ. ഉപയോഗിക്കുന്നതിന് മുമ്പ് ലിക്വിഡ് നന്നായി ഇളക്കണം. ശേഷം പൗഡർ അതിലേക്ക് പകർന്നു കൊടുക്കണം. അതേസമയം നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിൻ്റെ മിക്സിങ് ശരിയാവാൻ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. പെയിൻറ്റ് ചെയ്യുന്ന ബ്രഷ് കൊണ്ട് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് ചെയ്യുന്നതിന് മുമ്പ് കയ്യിൽ ഗ്ലൗസ് ഇടുന്നതും കണ്ണിലേക്ക് തട്ടാതിരിക്കാൻ കണ്ണട വെക്കുന്നതും നല്ലതാണ്. ഇതിൽ ലിക്വിഡ് വൈറ്റ് കളറായിട്ടാണ് കാണുന്നത്. അതിൽ പൗഡർ ഇട്ട് കഴിയുമ്പോൾ അതിനൊരു ഗ്രീനിഷ് കളറ് കാണാം. ഇതിൽ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതുകൊണ്ട് ഒരു കോട്ടടിക്കാനുള്ള അത് മാത്രമേ മിക്സ് ചെയ്യാവൂ. കൂടുതൽ 2 റൂമിലേക്കുള്ളത് മിക്സ് ചെയ്യാതിരിക്കണം നല്ലത്. ഇടയിൽ ഗ്യാപ്പ് വരുമ്പോൾ ഇത് കെമിക്കൽ റിയാക്ഷൻ നടന്ന് ഇതിൻ്റെ ഫലം കുറയാൻ സാധ്യതയുണ്ട്. അതുപോലെ അടിക്കുന്ന പ്രതലം ഒരു ബ്രഷ് കൊണ്ട് ആദ്യം തന്നെ വൃത്തിയാക്കിയിരിക്കണം. പിന്നെ അവിടെ ഈ ലിക്വിഡ് ഈ മിക്സ് ചേരാത്ത വിധത്തിലുള്ള എന്തെങ്കിലും ഇളകിയിരിക്കുന്ന ഭാഗങ്ങളെല്ലാം ഉണ്ടെങ്കിൽ മാറ്റുകയും ഡിഫക്റ്റുകളൊക്കെ ഫില്ല് ചെയ്യും വേണം. എന്നാലേ ഇതിൻ്റെ വാട്ടർ പ്രൂഫിംഗ് കറക്റ്റ് ആവുകയുള്ളൂ. വാട്ടർ പ്രൂഫിംഗ് നടത്തുന്നതിന് മുമ്പ് ആ ഭാഗങ്ങളെല്ലാം വെള്ളം കൊണ്ട് കഴുകേണ്ടതാണ്. അതിനുശേഷം അത് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ.
ഷവറിൻ്റെ ഭാഗത്ത് ഫുൾ തേക്കുകയും മറ്റുള്ള ഭാഗങ്ങൾ അരഭാഗം തേക്കുകയായിരിക്കും നല്ലത്. മുഴുവൻ തേക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. പക്ഷേ അതിനുള്ള എക്സ്പെൻസ് കൂടും എന്ന് മാത്രം. ഇത് അപ്ലൈ ചെയ്യുന്ന സമയമെല്ലാം ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ പൗഡർ ഊറി താഴേക്കെടുക്കുകയും വെള്ളം മാത്രം ഇതിൻ്റെ മുകൾ ഭാഗത്ത് ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ മിക്സ് ശരിയാവില്ല. വാട്ടർ പ്രൂഫിംഗ് ചെയ്യുമ്പോൾ താഴെ നിലം ഭാഗമാണ് ഏറ്റവും പ്രധാനം. അവിടെ ഏറ്റവും നന്നായി ചെയ്യണം. കാരണം അവിടെയാണല്ലോ ഡയറക്റ്റായിട്ട് വെള്ളം വീഴുന്നത്. അതുകൂടാതെ ആദ്യത്തെ കോട്ടടിക്കുമ്പോൾ അത് ആദ്യം അടിക്കുന്നത് വിലങ്ങനെയും രണ്ടാമതടിക്കുന്നത് അതിന് കുറുകയുമായിരിക്കണം. അപ്പോഴാണ് അതിൻ്റെ എഫക്റ്റ് കൂടുതൽ കിട്ടുക എന്ന് കമ്പനി പറയുന്നു. ഇവിടെ ഉപയോഗിച്ച ഡോക്ടർ ഫിക്സിറ്റ് 2Kയിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അതേസമയം അൾട്രാ ബോണ്ടിൽ ആദ്യത്തെ കോട്ടിൽ വെള്ളം ചേർക്കാം എന്നാണ് കടയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. വാട്ടർ ടാങ്ക്, സൺഷെയ്ഡ്, കിച്ചൺ തുടങ്ങിയ വെള്ളം ഊറി വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളെല്ലാം വാട്ടർ പ്രൂഫിംഗ് ചെയ്യുന്നത് നന്നായിരിക്കും. 15 കിലോ കിറ്റിന് 1900 രൂപയാണ്. 3 കിലോ കിറ്റും ലഭ്യമാണ്.